Hello, welcome to Market Discussion of the Day. Today, 19th of March 2025, വെനസ്ഡേ ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡേ ആണ് അല്ലേ? US ഇന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ന്യൂസ് ആണ് ഇന്ന് വരാനായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് എന്താ പറയുക, വീണ്ടും എനിക്ക് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നിടത്തോളം ഇത്രയും നല്ലൊരു തീരുമാനം വേറെ ഉണ്ടാകില്ല. സോ ഇന്നിവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ പോയി മാർക്കറ്റ് നിൽക്കുകയും നാളെയും മറ്റന്നാളും നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് ഇന്നത്തെ തൽക്കാലത്തേക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് സംഭവ ബഹുലമായ ഒരു ദിവസം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഓൾറെഡി രാവിലെ നമുക്ക് ജപ്പാനിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 0.5% തന്നെയായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ UK ടൈമിങ് 6:30 മണിക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിലെന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സോ എന്തായാലും അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. ഓക്കെ, സോ അതിനുശേഷം ഇപ്പോൾ 10 മണിക്ക്, അതായത് ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം 7:44 അപ്പോൾ ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം യൂറോ സോണിൽ നിന്ന് CPI ഡിസിഷനുണ്ട്. യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ സമയത്തൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നേരെ നമ്മൾ വൈകുന്നേരം 2:30 ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ 6 മണിക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്. അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ അത് ഞാൻ നേരത്തെ പറയുന്നൊരു കാര്യമാണ് അല്ലേ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ്റെ ദിവസം നമ്മൾ മാറി നിൽക്കുക. അപ്പം FOMC പ്രസ് കോൺഫറൻസിൽ എന്താണ് പറയുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ, കൊനസ്റ്റ് ചോദ്യങ്ങൾ ചിലപ്പോൾ മീഡിയ ചോദിക്കും. അത് എങ്ങനെയാണ് ഫെഡ് ഷെയർ പറയുന്നതെന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ ആ സമയത്ത് മാറി നിൽക്കുക, ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നാളെ രാവിലെയും ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ തീരുമാനവും അതിൻ്റെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. നാളെ രാവിലെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് നാളെ രാവിലെ ഫസ്റ്റ് സെഷൻ, അറ്റ്ലീസ്റ്റ് ഏഷ്യൻ സെഷൻ കഴിയുന്നവരെയെങ്കിലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ പക്ഷെ നേരെ നമുക്ക് നാളെ നോക്കുകയാണെങ്കിൽ നാളെ EU ലീഡേഴ്സ് സബ്മിറ്റ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് മാത്രമല്ല നാളെ തന്നെ നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. നോർമലി നമ്മൾ US നിന്നുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ അങ്ങനെയാണ് നോർമലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നാളെ മാറാം, അറിയില്ല. ഓക്കെ, സോ നമ്മൾ ഫണ്ടമെൻ്റൽ പൊളിറ്റിക്കലി ഉള്ള ഫണ്ടമെൻ്റൽസിലോട്ട് പോകുമ്പോൾ ഇനി പറഞ്ഞല്ലോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ US പ്രസിഡൻറ്റും നമ്മുടെ റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടുള്ളൊരു മീറ്റിംഗ്. ഓക്കെ, റിഗാർഡിങ് റഷ്യ-ഉക്രൈൻ വാർ. അത് ബേസിക്കലി ഞാൻ എങ്ങനെ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഒരു വാറാണ്. ഓക്കെ, സോ അതിലൊരു ഇമ്മീഡിയറ്റ് സീസ് ഫയറിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. സോ അത് ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇന്നലെയായിരുന്നു അവർ കണ്ടുമുട്ടിയത്. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ ഇന്ന് US സെഷൻ മാത്രം റൺ ആവുന്ന സമയത്തായിരിക്കും അതിൻ്റെ ന്യൂസുകളൊക്കെ വരുന്നത്. സോ ഇന്ത്യൻ ടൈമിംഗ് 8:30 ശേഷം, UK ടൈമിംഗ് ഓൾമോസ്റ്റ് 3 മണിക്ക് ശേഷമാണ് ഈ പർട്ടിക്കുലർ ന്യൂസൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇസ്രയേൽ ഹമാസ് വാർ സീസ് ഫയറിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അത് ബ്രേക്കായി, ഇന്നലെ രാത്രി ബ്രേക്കായി. അതിനുശേഷം വീണ്ടും സീസ് ഫയർ വന്നു. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ വീണ്ടും അത് സീസ് ഫയർ ബ്രേക്കായി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയ കാര്യം. അത് എന്തായി തീരും എന്നുള്ള കാര്യവും നമുക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഒറ്റയടിക്ക് മുകളിലോട്ടൊക്കെ പോകുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ അതിൻ്റെ ബേസിസിലാണ് അത് ഒറ്റയടിക്കൊക്കെ ഗോൾഡ് മുകളിലോട്ട് കയറിപ്പോയത്. ഓക്കെ,
സോ ഇതാണ് എനിക്ക് ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടും പറയാനായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ റഷ്യയും യു എസും തമ്മിലുള്ള ഒരു ബന്ധം, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബന്ധം, അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന യൂറോ സോണിലാണ്, യൂറോപ്യൻ ലീഡേഴ്സിനെയാണ്. സോ അവരുടെ ഒരു മീറ്റിങ്ങും നാളെ രാവിലെ, നാളെ ഫുൾ ഡേ യൂറോപ്യൻ ലീഡേഴ്സ്, ഓൾ ഡേ യൂറോപ്യൻ ലീഡേഴ്സ് സമ്മിറ്റാണ്. സോ ഇതൊക്കെ നാളത്തെ മീറ്റിങ്ങിലൊക്കെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. സോ ഇതൊക്കെ പറയുന്നത് ട്രേഡ് എടുക്കാതിരിക്കാനല്ല, ഇന്നത്തെ ദിവസം നമ്മൾ മാറി നിൽക്കുക. കാരണം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, തിങ്കളാഴ്ച. ഓക്കെ, അടുത്തൊരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് നമുക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY നമ്മളെല്ലാ ദിവസവും JPY വരുമ്പോൾ, JPY ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 149 അടുത്ത് വെച്ചിട്ട് സെല്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് എടുത്തിട്ടുണ്ട്, അവർക്ക് അത്യാവശ്യം ഒരു 90 പിപ്പിൻ്റെയൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, വളരെ സന്തോഷം. ഓക്കെ, വീണ്ടും ഇന്ന് 150 അടുത്ത് കഴിഞ്ഞ ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ചും സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒരു 80 to 90 പിപ്സ് വീണ്ടും പ്രോഫിറ്റ് ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, സോ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനായിട്ടില്ല. കാരണം നിങ്ങൾ നോക്കിക്കോ, സോ ഇന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ് അല്ലേ. സോ അങ്ങനത്തുള്ള ദിവസങ്ങളിലാണ് 150 നിന്ന്, ഇന്നലത്തെ ദിവസം നോർമൽ ഡേ ആയിരുന്നു. ഓക്കെ, സോ ഇന്നലെ നമുക്ക് 149 വന്ന 149.58 വന്ന ഒരു സാധനം ഒരുപാട് ക്യാൻഡിൽ വെച്ചിട്ടാണ് 149 വന്നെത്തിയത്. ഓക്കെ, പക്ഷെ ഇന്ന് 150 വന്നെത്തിയൊരു ക്യാൻഡിൽ, ഒറ്റ ക്യാൻഡിൽ കൊണ്ടിട്ടാണ് 149 വന്ന് നിന്നത്. ഓക്കെ, സോ ഒറ്റയടിക്ക് 100 പിപ്പാണ് മൂവ് ചെയ്തത് ജപ്പാനീസ് യെന്നും. അതേപോലെ തന്നെ യൂറോയിൽ എടുത്തു കഴിഞ്ഞാൽ യൂറോയും നമുക്ക് അതേപോലെയാണ്. ഇന്നലെയൊക്കെ ചെറിയ പയ്യെ ബിൽഡ് ചെയ്ത് പോകുന്ന സാധനം ഇന്ന് ഒറ്റയടിക്കാണ് 1.09285 ഇന്ന് 1.08 ഓൾമോസ്റ്റ് ഒരു 50-60 പിപ്പോളം താഴെ കഴിഞ്ഞ ഒരൊറ്റ ക്യാൻഡിലാണ് കൊണ്ടുവന്നത്. സോ ഇതെല്ലാം നമുക്ക് ഈവൻ GBP പോലും ഒറ്റയടിക്ക് താഴെ വന്നു എന്നുള്ളതാണ്. GBP കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടാണ് താഴെ വന്നത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ മാർക്കറ്റ് പോകുന്ന കണ്ടീഷൻ നോർമലി ഇതേപോലത്തുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിലൊക്കെ ആയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ചിലപ്പോൾ അവിടുന്ന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ JPY സെല്ലെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നല്ല പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം മാർക്കറ്റ് നമ്മുടെ കൈവിട്ട് പോകും, ഈ ടെക്നിക്കൽസ് ഒന്നും വർക്ക് ആവണം എന്നില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു നമ്മൾ വീണ്ടും എനിക്ക് JPY പറയാനായിട്ടുള്ള, ഇന്ന് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനായിട്ട് നിൽക്കേണ്ട. എന്താ പറയുക, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം മാർക്കറ്റ് എങ്ങാനും മുകളിലോട്ടോ താഴോട്ടോ പോയാൽ നാളെ നമുക്ക് 150 റേഞ്ചിലാണ് എങ്കിൽ നമുക്ക് വീണ്ടും 150 അവിടുന്ന് സെല്ലും, താഴെ വന്ന് കിട്ടി 146 കിട്ടിക്കഴിഞ്ഞാൽ 146 നിന്ന് ബൈയും ചെയ്യാം. ഓക്കെ, സോ ഈ റേഞ്ച് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ മാർക്കറ്റ് ഡിസ്കഷന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ താഴെ പോയി. യൂറോ ഇപ്പോൾ നിൽക്കുന്നത് 1.08990 ആ റേഞ്ചിലാണ്. ഓക്കെ, സോ ഇതേവരെ മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ പോലും 1.0809 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോസിറ്റീവാണ് യൂറോയിൽ. പക്ഷെ നമുക്കറിയില്ല. ഓക്കെ, സോ അടുത്ത ഒരു ക്യാൻഡിൽ ഞാൻ ഇന്നത്തെ ദിവസത്തേക്ക് ഒന്നും പറയുന്നില്ല. ഇന്ന് നമുക്ക് ഇന്നത്തെ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ 7:30 മണി ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്ക് നമുക്ക് 1.0800 നമുക്ക് മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നേരെ മറിച്ച് മുകളിലോട്ട് പോയി 1.100 നമുക്ക് മാർക്കറ്റിനെ കിട്ടിയാൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് യൂറോ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ നമ്മുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് 1.29671 ഓക്കെ, സോ അത് നമുക്ക് ഇപ്പം എന്താ ഇപ്പോൾ തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇന്നത്തെ ദിവസം തൽക്കാലം മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്. നാളെ രാവിലെ നമുക്ക് ഈവൻ ന്യൂസിൻ്റെ പ്രമാണിച്ചാണെങ്കിലും 1.2800 കിട്ടുകയാണെങ്കിൽ നമുക്ക് GBP ബൈ ചെയ്തുകൊണ്ട് പോവാം. അല്ല നേരെ മറിച്ച് നാളെ രാവിലെ 7:30 മണി ഇന്ത്യൻ ടൈമിങ്ങിൽ 1.2900 എത്തിക്കിട്ടിയാലും നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. കാരണം GBP അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കറൻസിയാണ്. ഓക്കെ, അത് മുകളിലോട്ട് തന്നെയാണ് പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
സോ നമ്മളുടെ ഗോൾഡ് ചാനലിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് 3038. ഓക്കെ, സോ ഒരു 2 മണിക്കൂർ മുന്നേ ഗോൾഡ് വീണ്ടും അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 3044. ഞാനൊക്കെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗോൾഡിൻ്റെ വില 1600 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അതായത് 2 വർഷം മുന്നേ 3 വർഷം മുന്നേ 3 വർഷം കൊണ്ട് ഗോൾഡിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് ഇരട്ടിയായി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ള. 1600 നിന്നിട്ട് 3044. കൊറോണയ്ക്ക് മുന്നേ 1500-ൻ്റെയൊക്കെ താഴെയായിരുന്നു. 1000 തൊട്ട് 1500-ൻ്റെ ഇടയ്ക്കായിരുന്നു ഒരു ലോട്ട് ഗോൾഡിൻ്റെ റേറ്റ്. ഓക്കെ, സോ ഇത് എന്തായിത്തീരും, എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന് എനിക്കറിയില്ല. കാരണം അത്രമാത്രം പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവാം. ഗോൾഡ് എനിക്കറിയില്ല ഇന്നെന്താ സംഭവിക്കാൻ പോകുന്നത്. എന്ത് സംഭവിച്ചാലും മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് എല്ലാ ക്യാൻഡിൽസും 3030-ൻ്റെ മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നാളെ രാവിലെ നമുക്ക് ന്യൂസിനൊക്കെ ശേഷം 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്നെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകുക, കാരണം 3030-ൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ഓടി കയറി മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, 3030-ൽ നിന്ന് 3080-ലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, സോ 3080-ൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് നാളെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കുന്നതായിരിക്കും ബെറ്റർ. 3060-ൻ്റെയും 3080-ൻ്റെ ഇടയ്ക്കാണ് മാർക്കറ്റെങ്കിൽ തൽക്കാലം ഒന്നും തീരുമാനിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നേരെ മറിച്ച് മാർക്കറ്റ് താഴോട്ട് പോയെന്ന് വിചാരിച്ചോ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് താഴെ ഓൾമോസ്റ്റ് ഒരു 3015-ൽ ഉറപ്പായിട്ടും അത് റെസിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം അവിടെ ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സോ നേരെ മറിച്ച് നമുക്ക് 3000 കിട്ടിയാലോ അല്ലെങ്കിൽ 2980 കിട്ടിയാലും അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇതാണ് എനിക്ക് നാളത്തെ രാവിലെ, ഇന്ന് രാവിലെ അല്ല കേട്ടോ, ഇന്ന് വൈകുന്നേരം ഒന്നുമല്ല, നാളെ രാവിലെ ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്ക് 2980 3000 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഉറപ്പായിട്ടും 3015 എന്ന് പറയുന്നൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അവിടുന്ന് ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. സേഫ്റ്റിക്ക് ഞാൻ പറയുന്നത് 3000 നിന്ന് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലോട്ട് ഓടിപ്പോയാൽ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് നാളെ രാവിലെ തീരുമാനിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.